ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യണത്. അപ്പോൾ ബേസിക് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. പക്ഷെ ഫുള്ള് തുടക്കം മുതൽ തന്നെ എല്ലാവരും കറക്റ്റ് പറഞ്ഞു തന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി. അത് ഇവിടുന്ന് വന്നിട്ട് ഈ ട്രെയിനിങ് കൊണ്ടാണ് മനസ്സിലായി. ആദിത്യൻ ആൻഡ് റിഫ, നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് വരുന്നത്? കോളേജ്. നിങ്ങൾ ഇവിടെ ചെയ്ത ഈ 1 month ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. സോ ഈ 1 month ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു? ഞങ്ങളെ കോളേജിൽ ഇതിനു മുമ്പ് ഹാസപ്പിന്റെ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കോഴ്സായിട്ട് തോന്നി. പിന്നെ ഞങ്ങളെ സാറും ഒക്കെ റെക്കമെൻഡ് ചെയ്ത് ഇത് കുറച്ചും കൂടെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്, പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അങ്ങനെയൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് എടുത്തതാണ്. ഫുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു FSMS സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്തു എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് ഈ പ്രൊജക്ട് വഴി? അവിടുത്തെ ഫുഡിന്റെ ഹസാർഡുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ ലീഗലായിട്ടുള്ള റിക്വയർമെന്റുകൾ, ഫുഡ് സേഫ്റ്റിയുടെ എല്ലാ ഇഷ്യൂസും അതുകളൊക്കെ പിന്നെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അതൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഉപയോഗപ്പെടുത്താമെന്ന് തോന്നി? ഞങ്ങൾക്ക് ഇനിയും ഫുഡ് സേഫ്റ്റിയുടെ എന്തെങ്കിലും കമ്പനീസിലും ഇൻഡസ്ട്രിയിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. പ്ലാനിലൊക്കെ കയറി വർക്ക് ചെയ്യാലോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. SSC സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു സ്കീമിൽ കുറെ റിക്വയർമെന്റ്സും ക്ലോസസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലേ? അപ്പൊ അതെല്ലാം ആ ഒരു ക്ലോസ് അനുസരിച്ചിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഒരു കമ്പനിക്ക് വേണ്ടത്, ഒരു ഫുഡ് ഇൻഡസ്ട്രിക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട്? SSCയുടെ സ്റ്റാൻഡേർഡുകളും പിന്നെ ISO സ്റ്റാൻഡേർഡുകൾ, പിന്നെ ISO TSന്റെ സ്റ്റാൻഡേർഡുകൾ, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു കമ്പനിയിൽ ഫുഡ് സേഫ് ആണോ, ഹസാർഡ് ഇല്ലാണ്ട് സേഫ് ആയിട്ടുള്ള ഫുഡാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഇത് ചെയ്തത് വഴി നിങ്ങൾ കോൺഫിഡന്റ് ആണോ? ജസ്റ്റ് ഒരു കോൺഫിഡന്റ് ആയിട്ട് ബേസിക് ലെവലിൽ നിങ്ങൾക്കൊരു FSSC സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. കാരണം അത്രയും നല്ല ലെവലിലെ ട്രെയിനിങ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഗൈഡൻസും ട്രെയിനിങ്ങും സപ്പോർട്ടും എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു ഒന്നാമത്. പിന്നെ ഓൺലൈൻ ആദ്യം മുതലേ നമുക്ക് കറക്റ്റ് എന്താണ് കാര്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു തന്നിട്ട് അത് വെച്ച് നമുക്ക് എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഐസിങ് ഷുഗർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു. അതൊരു വലിയൊരു കാര്യമാണ്. ഇതുപോലുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നിങ്ങളുടെ ഫ്രണ്ട്സിന് അതുപോലെ ഈവൻ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാൻ ഈ കൊളീഗ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ആർ യു ഇൻട്രസ്റ്റഡ്? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും.